പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത ധ്യാനത്തിലേക്ക്, അനുദിന പ്രഭാത വായനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒരുക്കിക്കൊണ്ട് തിരുവചനത്തിൻ്റെ പ്രകാശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവമേ, ഈ പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിയുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ. ഈ ധ്യാന സമയത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. നമ്മുടെ ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന വായന പുറപ്പാട് പുസ്തകം 29 അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗമാണ്. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കേണ്ടതിന് നീ അവർക്ക് ചെയ്യേണ്ടതെന്തെന്നാൽ, ഒരു കാളക്കിടാവിനെയും ഊനമില്ലാത്ത 2 ആട്ടുകൊറ്റനെയും പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശയും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടയും എടുക്കണം. ഗോതമ്പ് മാവ് കൊണ്ട് അവയുണ്ടാക്കണം. അവ ഒരു കൊട്ടയിൽ വെച്ച് കാളയോടും 2 ആട്ടുകൊറ്റനോടും കൂടെ കൊട്ടയിൽ കൊണ്ടുവരണം. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം. പിന്നെ വസ്ത്രമെടുത്ത് അഹരോനെ ഉള്ളങ്കിയും ഏഫോദിൻ്റെ അങ്കിയും ഏഫോദും പതക്കവും ധരിപ്പിച്ച് അവൻ്റെ അരയ്ക്ക് ഏഫോദിൻ്റെ നടുക്കെട്ട് കെട്ടണം. അവൻ്റെ തലയിൽ മുടി വെച്ച് വിശുദ്ധ പട്ടം മുടിമേൽ വയ്ക്കണം. പിന്നെ അഭിഷേക തൈലം എടുത്ത് തലയിലൊഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. അവൻ്റെ പുത്രന്മാരെയും കൊണ്ടുവന്ന് അങ്കി ധരിപ്പിക്കണം. അഹരോന്റെയും പുത്രന്മാരുടെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വയ്ക്കണം. പൗരോഹിത്യം അവർക്ക് നിത്യ അവകാശമായിരിക്കണം. പിന്നെ നീ അഹരോനും അവൻ്റെ പുത്രന്മാർക്കും കരപൂരണം ചെയ്യണം. നീ കാളയെ സമാഗമന കൂടാരത്തിൻ്റെ മുൻപാകെ വരുത്തണം. അഹരോനും അവൻ്റെ പുത്രന്മാരും കാളയുടെ തലമേൽ കൈവയ്ക്കണം. പിന്നെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ മുൻപാകെ കാളയെ അറുക്കണം. കാളയുടെ രക്തം കുറെ എടുത്ത് നിന്റെ വിരൽ കൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ പുരട്ടി ശേഷമുള്ള രക്തമൊക്കെയും യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം. കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സൊക്കെയും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ഡം 2 അവയുടെ മേലുള്ള മേധസ്സുമെടുത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. കാളയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളയണം. ഇത് പാപയാഗം. പിന്നെ ഒരു ആട്ടുകൊറ്റനെ എടുക്കണം. അഹരോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലമേൽ കൈവയ്ക്കണം. ആട്ടുകൊറ്റനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ ഈ തിരുവചന ഭാഗം അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷയ്ക്കായി ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭാഗത്തിൽ നാം കാണുന്നത്, ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യം ശുദ്ധീകരിക്കപ്പെടുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യണം എന്ന ആ വലിയ സത്യമാണ്. കാളക്കിടാവും ആട്ടുകൊറ്റന്മാരും അർപ്പിക്കപ്പെടുന്നത് പാപപരിഹാരത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ്. മനുഷ്യൻ തൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവകൃപയാലാണ് വിശുദ്ധനാകുന്നത് എന്ന് ഈ ബലിയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഹരോനും പുത്രന്മാരും വെള്ളത്തിൽ കഴുകപ്പെടുന്നത് ആന്തരിക ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. ദൈവം പുറം ഭംഗിയല്ല, ഹൃദയത്തിൻ്റെ വിശുദ്ധിയെയാണ് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു നമ്മുടെ പരിപൂർണ മഹാപുരോഹിതനാണ്. അവിടുത്തെ ക്രൂശിലെ ബലി
എല്ലാ പഴയ ബലികളുടെയും പൂർണ്ണതയാണ്. അതുകൊണ്ട് ഇന്നു നാം ദൈവസന്നിധിയിൽ നിൽക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താലാണ്. ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം വിശുദ്ധനാണ്, അവിടുത്തെ സന്നിധിയിൽ ജീവിക്കുന്നവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്ന ആ വലിയ സത്യത്തെ വിളിച്ചോതുന്നു. രണ്ടാമതായി, എല്ലാ വിശ്വാസികളും രാജകീയ പുരോഹിത വർഗമാണ്. ആയതിനാൽ നമ്മുടെ ജീവിതം ദൈവത്തിനുള്ള സമർപ്പണമായിരിക്കണം. മൂന്നാമതായി, യഥാർത്ഥ ആരാധന ഹൃദയത്തിൻ്റെ സമർപ്പണമാണ്. നാലാമതായി, ദൈവ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഹൃദയശുദ്ധിയിൽ നിന്നാണ്. ഇന്ന് നമുക്കും നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ എൻ്റെ ഹൃദയം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ജീവിതം അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ടോ? പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കാരുണ്യപിതാവാം ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും വിശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അഹങ്കാരവും പാപവും സ്വാർത്ഥതയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജോലികളെയും ഞങ്ങളുടെ പഠന മേഖലകളെയും ഞങ്ങളുടെ ബന്ധങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും തമ്പുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. രോഗികളായവരെ തമ്പുരാനെ അവിടുന്ന് സൗഖ്യമാക്കണമേ. വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ഞങ്ങളുടെ ജീവിതം ജീവനുള്ള ബലിയായി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.